നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, വാർത്തയാണ് ഞാൻ പറയുന്നത്, ഒരു വിവരം. അത് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് മുഴുവനായിട്ട് കേൾക്കുക. കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു അപേക്ഷ ഇത് മുഴുവനായിട്ട് കേൾക്കണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് പൊള്ളയായ ഒരു മുഖം എന്താണെന്ന് തുറന്നു കാട്ടുകൂടിയാണ് ഇതിലൂടെ എൻ്റെ ഉദ്ദേശം. കാര്യം ഇവിടെ പൊള്ളയായ മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായി ഒരു പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. ഞാൻ തുടങ്ങട്ടെ. കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന CPM അല്ലെങ്കിൽ LDF ഗവൺമെന്റ് പല പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവരാറുണ്ട്. ഈ പദ്ധതികളെല്ലാം വളരെ വലിയ ഈവന്റുകളായി ഭവിക്കുന്നതല്ലാതെ ആ ഈവന്റുകളൊന്നും ഫലവത്തായി നമ്മൾ കാണാറില്ല. വളരെ വലിയ ഈവന്റ് ആണ്. ക്യാച്ചിങ് ടാഗ്ലൈൻസ് ഉണ്ടാവും, ക്യാപ്ഷൻസ് ഉണ്ടാവും, ഫോട്ടോഷൂട്ടുകൾ ഉണ്ടാവും. അതുപോലെ ലോകം മുഴുവൻ, കേരളം മുഴുവൻ വേണമെങ്കിൽ അമേരിക്കയിൽ വരെ കൊണ്ട് ഹോർഡിങ് വെക്കും, ദുബായിൽ കൊണ്ടുവയ്ക്കും. അതുപോലെ ഇത്തരത്തിലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലാതെ ഒരു വികസനവും നമുക്ക് പ്രകടമായി കേരളത്തിൽ കാണാൻ കിട്ടത്തില്ല. ഇപ്പോ 10 വർഷത്തെ ഇവരുടെ ഭരണത്തിന്റെ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന് പറയാനുള്ളത് ഒരു നാഷണൽ ഹൈവേ ആണ്. അത് നാഷണൽ ഹൈവേ ആണ്. കേന്ദ്രം പൈസ ചിലവാക്കി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അവരുടെ കുറച്ച് ഓൺ ഫണ്ട് കേരളത്തിന്റെ ആവുമായിരിക്കും, പക്ഷെ അതുപോലും കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വലിയ തള്ള്, ആ തള്ളിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതിന്റെ പേര് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്നാണ്. ഈ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ 2022 നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ വളരെ വലിയൊരു ഫംഗ്ഷനായി സംഘടിപ്പിച്ച് ഇവർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് റെക്കോർഡ്സ് മുഴുവൻ മോഡേണൈസ് ചെയ്ത് പുതുക്കി അത് ഡിജിറ്റൽ മാപ്പുകളാക്കി ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, ആർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ആക്സസ് ചെയ്ത് നമുക്ക് നോക്കാനും, അതുപോലെ വളരെ സുതാര്യമായ രീതിയിൽ ഇത് സംബന്ധമായ വിഷയങ്ങൾ, ഇപ്പൊ തണ്ടപ്പേരായാലും അതൊക്കെ നമുക്ക് യുണീക് തണ്ടപ്പേരുകൾ കൊടുക്കുക, അങ്ങനെ ഇതിനെ മോഡേണൈസ് ചെയ്ത് വളരെ വ്യക്തവും സുതാര്യവുമായ ഒരു തലത്തിലേക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞ 2022 ഇവര് സ്ഥാപിച്ച ഒരു സംഗതി, പൊട്ടിക്കൊഴിച്ച ഒരു പ്രഖ്യാപനം. ഇതിന് 3 ഫേസുകൾ, 3 തലങ്ങളിലായിട്ടാണ് ഇവർ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മുടെ കേരളത്തില് ഇന്നത്തെ കണക്ക് പ്രകാരം 1666 വില്ലേജുകൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. അതിൽ 1550 വില്ലേജുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 4 വർഷത്തെ കാലാവധിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി നടത്തിയ ഒരു പദ്ധതിയാണ് ഈ എന്റെ ഭൂമി എന്നുള്ള ഈ ഒരു പദ്ധതി. നമ്മുടെ ലാൻഡ് റവന്യൂ രേഖകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്ത് അതിനെ നമുക്ക് ഈ സേവനങ്ങളിലൂടെ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ 1550 വില്ലേജുകളിൽ ഈ 4 വർഷം കൊണ്ട് ഈ പ്രോജക്ട് നടത്താൻ നമ്മുടെ കേരള ഗവൺമെന്റ് മുൻകൂട്ടി കണ്ട, അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്തത് 858 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. 858 കോടി രൂപയുടെ ബഡ്ജറ്റ്. അപ്പൊ 858 കോടി രൂപയുടെ ബഡ്ജറ്റിൽ കേരളത്തിന്റെ ലാൻഡ് റവന്യൂ റെക്കോർഡുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുക. ഇതാണ് ഈ എന്റെ ഭൂമി പദ്ധതി. അതിന് നമ്മുടെ സർവേ പപ്പു എന്ന് പറഞ്ഞൊരു ലക്കി മെസ്കോട്ട്, ഒരു ചിഹ്നം, സർവേ പപ്പു, ഒരു ലോഗോ ഒക്കെ ഇറക്കി, സർവേ പപ്പു. ഇനി രാഹുൽ ഗാന്ധിയെ കളിയാക്കിയതാണോ പിണറായി എന്നറിയില്ല, എന്തായാലും അതിന്റെ പേര് സർവേ പപ്പു എന്നായിരുന്നു. അപ്പൊ അങ്ങനെ സർവേ പപ്പുവിന്റെ പടമൊക്കെ വെച്ച് തീം മ്യൂസിക് വരെ ഇറക്കി. തീം മ്യൂസിക്, പാട്ട്, നല്ല 1-ാം തരം പാട്ടൊക്കെ ഇറക്കി വളരെ കൊട്ടിക്കൊഴിച്ചൊരു പരിപാടിയായിരുന്നു ഈ 2022 നടന്ന എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ പദ്ധതി. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം. ഇത് എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നടക്കുന്നത്, ഇന്ന് വരെ അവര് 438.46 കോടി 438.46 കോടി രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതിൽ ജൂൺ 25-ാം തീയതി അവര് നാഷണൽ ഭൂമി കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി നമ്മുടെ ഉദയസമുദ്ര ഹോട്ടലിലും അതുപോലെ നിശാഗന്ധിയിലും ഒക്കെ വെച്ച് നടന്നൊരു വലിയ പരിപാടി, 2-3 ദിവസം നീണ്ടു നിന്നൊരു വലിയ പരിപാടി. കേരളം മുഴുവൻ അതിന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സർവേ ആക്കി എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഭൂമി കോൺക്ലേവ്. ഇതിനു വേണ്ടി ഇന്ത്യയിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾക്ക് ക്ഷണം കൊടുത്തു. ക്ഷണം കിട്ടുമ്പോൾ ആളുകൾ വരുമല്ലോ. അപ്പൊ ഇതിനൊരു വലിയൊരു ഇന്റർനാഷണൽ ഈവന്റ് പോലെ, അല്ലെങ്കിൽ നാഷണൽ ഇന്ത്യക്കകത്ത് ആദ്യമായി കാണിക്കുന്ന, ഒരു സ്റ്റേറ്റ് കാണിക്കുന്ന, ഒറ്റയ്ക്ക് കാണിക്കുന്ന ഒരു പ്രക്രിയ പോലെ ഇവരതിനെ മാറ്റിയെടുത്തു നാഷണൽ കോൺക്ലേവ് കൊണ്ട്. അത് ഈ പറയുന്ന ജൂൺ 2025 നടന്നത്. അപ്പൊ നാഷണൽ കോൺക്ലേവ് എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം വിചാരിച്ചു
ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഭൂമി അളക്കുന്ന പരിപാടി ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ അതിശയിച്ചു പോയി. പിന്നെ ഈ പറഞ്ഞതുപോലെ 438 കോടി 858 കോടി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അതിശയിക്കുന്നു. കേരള ഗവൺമെന്റ് ഇത്രയും പൈസ ഇതാക്കി ഡിജിറ്റലൈസേഷനൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? അപ്പോ ഇപ്പൊ അറിയാൻ പറ്റുന്നത് ഈ നവംബർ 1-ാം തീയതി 2025 നവംബർ 1-ാം തീയതി ഇതിന്റെ ഒരു വലിയ സക്സസ് പാർട്ടി നടത്താൻ പോകുന്നുണ്ട്. നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനും മുഖ്യമന്ത്രിയൊക്കെ ചേർന്നുകൊണ്ട് അവരുടെയൊക്കെ പണം വെച്ച ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും ഇപ്പൊ തന്നെ. അപ്പൊ നവംബർ 1-ാം തീയതി വലിയൊരു പരിപാടി നടത്താൻ പോകുന്നത്. പക്ഷേ ഇത് സ്റ്റാറ്റസ് എവിടെയാണ് നിൽക്കുന്നത്? ആ 4 വർഷം സമയമെടുത്ത് പൂർത്തീകരിക്കണമെന്ന് വിചാരിച്ചത് ഇപ്പം 3 വർഷം കഴിഞ്ഞു, 4-ാം വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് ഗവൺമെന്റ് തന്നെ പറയുന്ന കണക്കുകളിൽ 334 വില്ലേജ് കംപ്ലീറ്റ് ചെയ്യും, 529 വില്ലേജുകൾ എന്ന് പറഞ്ഞാൽ 199 വില്ലേജുകളിൽ വർക്ക് പ്രോഗ്രസ് ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ 529 വില്ലേജുകളിൽ ഇത് വർക്ക് ഇപ്പൊ പ്രോഗ്രസിംഗ് ആണ് എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് നൽകുന്ന ഒരു കണക്ക്. ഇത് പ്രോഗ്രസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള സേവനം, ടാക്സ് അടയ്ക്കുന്നതോ നമ്മുടെ സ്കെച്ചും പ്ലാൻ എടുക്കുന്നത് ഇതെല്ലാം ഓൺലൈനിൽ ഈ സേവനമായിട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങും. ഇതിന്നും നമുക്കറിയാം കയ്യിലെണ്ണാവുന്ന വില്ലേജ് ഓഫീസുകളിൽ പോലും ഇത് എത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷെ വർക്കുകൾ നടക്കുന്നുണ്ട്, ദ്രുതഗതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നവർ പറയുന്നു. വളരെ വലിയ രീതിയിൽ വർക്കുകൾ നടക്കുന്നു. അപ്പോ ഇതിന് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിക്കാം. ഈ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ ആലോചിക്കണം. ഈ പറയുന്ന കോടികൾ ചെലവാക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം ചെലവാക്കണം? യഥാർത്ഥത്തിൽ ഇതിന് പൈസ ചെലവാകുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് സർവേ ഓഫീസർമാരെ അല്ലെങ്കിൽ സർവേ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ കോൺട്രാക്ട് സ്റ്റാഫിനെ എടുത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാവുന്ന കോൺട്രാക്ട് സ്റ്റാഫിനെ എടുത്ത് കോൺട്രാക്ട് കൊടുത്തുകൂടെ ചെയ്യിപ്പിക്കുന്ന ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈസയൊക്കെ ആവശ്യത്തിലധികം ചെലവാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ടെക്നിക്കൽ സൈഡ് ചിന്തിക്കുമ്പോൾ 2021 നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു MOU അന്നത്തെ റവന്യൂ മിനിസ്റ്റർ, കേരള റവന്യൂ മിനിസ്റ്റർ സൈൻ ചെയ്തിട്ടുണ്ട് 2021. ഇതൊക്കെ ഇതിന്റെ തുടക്കം അവിടെ നിന്നാണ്, 2021. അത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ റെഫറൻസ് സ്റ്റേഷൻ എന്ന് പറയുന്ന കോർസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിക്ക് വേണ്ടിയാണ്. അത് നമ്മുടെ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് അളക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു ഉപകരണവും അതിന്റെ ടെക്നോളജിയുടെ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ഈ പറയുന്ന കോർസ് എന്ന് പറയുന്നത്. ആ ടെക്നോളജിക്ക് വേണ്ടി സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് നമ്മുടെ അന്നത്തെ റവന്യൂ മിനിസ്റ്റർ ഒപ്പിട്ടിരുന്നു 2021. ഇതില് റിയൽ ടൈം കൈനറ്റിക് RTK റോവേഴ്സ് എന്ന് പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഡ്രോൺസിന്റെ ആവശ്യമുണ്ട്, നല്ല ക്യാമറ കപ്പാസിറ്റി ഉള്ള ഡ്രോൺസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇത് വളരെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് നടത്തുന്ന ഒരു അളവ് പരിപാടിയാണ് ഈ പറയുന്ന നമ്മുടെ ഭൂമി അല്ലെങ്കിൽ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ. അപ്പൊ ഇത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് നമുക്കൊന്ന് കുഴിച്ചു നോക്കണം എന്ന് തോന്നിയത്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പോ ഇതിനകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമായി നമ്മളടുത്ത് അവതരിപ്പിച്ചിരുന്ന ഈ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചെന്ന് നിന്നത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സംഗതിയിലാണ്. ഈ ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന പ്രോഗ്രാമിനെ കളഞ്ഞിട്ട് പുതിയ ഡിജിറ്റൽ ഇന്ത്യയുമായി പദ്ധതിയുമായി ചേർത്തുകൊണ്ട് ഒരു പുതിയ പ്രോഗ്രാം കേന്ദ്ര ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്യും. ഇത് പ്രാവർത്തികമാക്കിയത് 2016. 2016 ഇത് പ്രാവർത്തികമാക്കിയിട്ട് ഇന്ത്യയിലുള്ള 27 സംസ്ഥാനങ്ങൾക്കും 3 യൂണിയൻ ടെറിട്ടറികൾക്കും ഒരുപോലെ ഈ പദ്ധതി നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ എന്ന് കേന്ദ്രം പറഞ്ഞു. ഇത് 2016 നടക്കുന്ന കാര്യമാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് നടത്തിയേ പറ്റുള്ളൂ എന്ന് കേന്ദ്രം പറഞ്ഞു. അപ്പൊ കേന്ദ്രം പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അമിത ബാധ്യതയാവും. ഈ സാമ്പത്തിക അമിത ബാധ്യത നിങ്ങൾ എടുക്കണ്ട, 100% എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റലൈസേഷൻ മോഡേണൈസിംഗ് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റെക്കോർഡിന്റെ ഡിജിറ്റൽ ആക്കുന്ന മോഡേണൈസ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ 100% ചെലവും കേന്ദ്രം വഹിക്കുന്നതായിരിക്കും. പ്രോജക്ട് തരിക, പൈസ എത്തിക്കും, നിങ്ങൾ പൈസ എത്തിക്കും, എക്യുപ്മെന്റ്സുകൾ തരും, നിങ്ങൾ നടത്തിയാൽ മാത്രം മതി, മുഴുവൻ ചെലവും ഞങ്ങൾ വഹിക്കും എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന DILRMP, ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം 2016 സ്ഥാപിതമായൊരു കാര്യമാണ് ഈ സംഗതി. ഏപ്രിൽ 1-ാം തീയതിയാണ് 2016 സ്ഥാപിതമായത്. അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 2026 വരെ ഇതിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. 2026 വരെ ഇതിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇതിൽ നടക്കേണ്ട സംരംഭങ്ങൾ എന്താണ് ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം, ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ
കാര്യങ്ങൾ എന്തൊക്കെയാണ് നടത്തേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലാൻഡ് റെക്കോർഡ്സ് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുക, കമ്പ്യൂട്ടറൈസ് ചെയ്യുക. ഡിജിറ്റലൈസേഷൻ ഓഫ് കാഡസ്ട്രൽ മാപ്സ്, നമ്മുടെ മാപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂരേഖകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യണം, ഡിജിറ്റൽ റെക്കോർഡുകളാണ്. ഇനി ഇന്റഗ്രേഷൻ ഓഫ് സബ് രജിസ്ട്രാർ ഓഫീസുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തങ്ങളെ ബന്ധിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രേഖകൾ കൈമാറുന്ന രീതിയിൽ അതും ഡിജിറ്റലൈസേഷന്റെ ഒരു ഭാഗമാണ്. ഇനി യുണീക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, നമ്മുടെ തണ്ടപ്പേര് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിൽ വേറെ തണ്ടപ്പേര് കാണാൻ പാടില്ല. അപ്പോൾ യുണീക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ തണ്ടപ്പേരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്പറുകൾ കൊണ്ടുവരണം. അടുത്തത് നാഷണൽ ജനറിക് ഡോക്യുമെന്റേഷൻ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യ ഒട്ടാകെയായിട്ട് ഒരേ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ സിസ്റ്റം കൊണ്ടുവരിക, ജനറിക് ആയിട്ടുള്ള. ഇനി ഈ കോർട്ട് ഇന്റഗ്രേഷൻ, കോർട്ടുകളെ ഇത്തരത്തിൽ ടെക്നോളജിയുമായി ബന്ധിപ്പിക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾക്കാണ് 100% പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ട് ഏപ്രിൽ 1 2016 പ്രഖ്യാപിച്ച DILRMP എന്ന് പറയുന്ന പ്രോജക്ട്. അപ്പോ നമ്മളെ ഇനി ഒന്ന് കൂട്ടി വായിക്കേണ്ട കാര്യം, നമ്മുടെ കേരളം നടത്തുന്ന ഈ പദ്ധതി കേരളം നടത്തുന്നതും അതുപോലെ നാഷണൽ ഭൂമി കോൺക്ലേവ് ഒക്കെ വിളിച്ച് ഞങ്ങൾ മാത്രമാണ് നടത്തുന്നതെന്ന് പോലെ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച പദ്ധതി യഥാർത്ഥത്തിൽ 2016 കേന്ദ്രം പ്രഖ്യാപിക്കുകയും പണം അലോക്കേറ്റ് ചെയ്യുകയും ചെയ്ത പദ്ധതിയാണ്. അതിനെയാണ് കേരളം എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞ് 2022 അവതരിപ്പിക്കുന്നത്. 2021 ആ MOU സൈൻ ചെയ്യേണ്ടി വന്നു, സൈൻ ചെയ്തു. അതിനുശേഷം 22 ഇത് കൊട്ടിഘോഷിച്ചുകൊണ്ട് 4 വർഷം കൊണ്ട് ഞങ്ങൾ ഇതാ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഈ ഒരു പുതിയ പദ്ധതിയായി, കേരളത്തിന്റെ പദ്ധതി അവതരിപ്പിക്കുന്നു. ആ ഒരു കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഇത് വില്ലേജുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഫെബ്രുവരി 1 2025 നക്ഷ പ്രോജക്ട് എന്ന് പറഞ്ഞൊരു പുതിയ പ്രോജക്ട് കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തു. നക്ഷ പ്രോജക്ടിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ജിയോസ്പാഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഷോർട്ട് ഫോം ആണ് നക്ഷ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ലാൻഡ് റിഫോംസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇത് 100% കേന്ദ്ര ഫണ്ടിങ്ങോടുകൂടി വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് അർബൻ ഏരിയകളുടെ ലാൻഡ് മോഡേണൈസേഷൻ, ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. 100% ഈ വില്ലേജിന്റെ പറഞ്ഞു, ഇപ്പൊ അർബൻ ഏരിയയുടെ പറഞ്ഞു, 100% കേന്ദ്ര ഫണ്ടിങ് ഉള്ള പ്രോജക്റ്റാണ്. ഇതിന്റെ പൈലറ്റ് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ഈ പൈലറ്റ് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ ജൂണിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ നാഷണൽ ഭൂമി കോൺക്ലേവ് ഒക്കെ പിണറായിയുടെ ബുദ്ധിയിലോ അല്ലെങ്കിൽ തിങ്ക് ടാങ്ക്സിന്റെ ബുദ്ധിയിലോ ഉദിച്ചൊരു ബുദ്ധിയായിട്ട് ഇവിടെ കൊണ്ട് നടത്തിയത്. ഈ പൈലറ്റ് പ്രോജക്റ്റില് കേരളത്തിന്റെ 10 നഗരങ്ങളിൽ ഈ പൈലറ്റ് പ്രോജക്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതില് 27 സംസ്ഥാനത്തും 3 യൂണിയൻ ടെറിട്ടറിയിലും ഒരുപോലെ നടത്തുന്ന പ്രോജക്റ്റാണ് ഈ നക്ഷയും. ആദ്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രോജക്റ്റ് 2016, ഇപ്പൊ 2025 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച നക്ഷ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഇത് രണ്ടും 100% കേന്ദ്രം ഫണ്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റുകളെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലാതെ അണുവിണ അങ്ങോട്ടോ ഇങ്ങോട്ടോ കേരളം ഈ പറയുന്ന എന്റെ ഭൂമി പദ്ധതിയിലും ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം കേരളം ചെയ്യുന്നത്. അപ്പൊ ഫണ്ട് എവിടെ നിന്നാണെന്നുള്ളതാണ് തർക്കം. അപ്പൊ കേരളം പറയുന്നത് ഈ 858 കോടി രൂപയെ നമ്മൾ റീബിൽഡ് കേരളയിൽ നിന്നും കണ്ടെത്തുന്നു. റീബിൽഡ് കേരളം, നമ്മുടെ കിഫ്ബി ഒക്കെ പോലെ വേറെ തട്ടിപ്പാണ് ഈ റീബിൽഡ് കേരളം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പേരിടുക, ആ പേരിൽ നിന്നുകൊണ്ട് അത് കേരളത്തിന്റെ ഭാഗമാണെന്നും കേരളം കണ്ടെത്തുന്നതാണെന്നും തോന്നിക്കുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുക. ഇത് കേരളത്തിന്റെ പദ്ധതി മാത്രമാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു വിദ്യ കേരളത്തിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ലൈഫ് പദ്ധതി അതിനൊരു ഉദാഹരണമാണ്. മനസ്സിലായാലും ലൈഫ് പദ്ധതിയിൽ കേരളത്തിന്റെയും പിന്നെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളെയൊക്കെ കുറച്ച് ഷെയറുകൾ അതിനകത്ത് വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും കേന്ദ്രമല്ല. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് കേന്ദ്ര പദ്ധതിയാണ്. ഈ ഞാൻ പറഞ്ഞ നക്ഷയായാലും ശരി തന്നെ 2016 പ്രഖ്യാപിച്ച കുറച്ച് നീളമുള്ള ഒരു പദ്ധതിയായാലും ശരിയാണ്. ഇത് രണ്ടും കേന്ദ്രത്തിന്റെ 100% ഫണ്ടിങ്ങിൽ നടക്കുന്ന പദ്ധതികളാണ്. അപ്പൊ നമുക്ക് ഈ റീബിൽഡ് കേരളക്കകത്ത് എങ്ങനെയാണ് ഫണ്ട് വരുന്നതെന്ന് കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. റീബിൽഡ് കേരളക്കകത്ത് ഫണ്ട് വരുന്ന രീതി എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ആദ്യത്തത് വേൾഡ് ബാങ്ക് ADB ലോൺസ് ഇതെല്ലാം റീബിൽഡ് കേരളയിലാണ് ഉൾപ്പെടുത്തുന്നത്. റീബിൽഡ് കേരള എന്നുള്ള ബാസ്ക്കറ്റിലാണ് ഈ പൈസകൾ പോകുന്നത്. 2, കേരള സ്റ്റേറ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ, കേരളത്തിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ പൈസ, ഓരോ പദ്ധതിക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ പൈസയും
ഈ പറയുന്ന റീബിൽഡ് കേരള ബാസ്ക്കറ്റിലാണ് പോകുന്നത്. മൂന്നാമത്തത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുകൾ മുഴുവൻ ഏകദേശം ഒട്ടുമുക്കാലും എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് പ്രത്യേകം ഞാൻ പറയാം. ഒന്ന്, നാച്ചുറൽ ഡിസാസ്റ്റർ അസിസ്റ്റൻസ്, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾക്കുണ്ടാവുന്ന ധനസഹായം. രണ്ട്, സെൻട്രൽ സ്പോൺസേഡ് സ്കീംസ്, കേന്ദ്ര സ്കീമുകൾ, കേന്ദ്രം അവതരിപ്പിക്കുന്ന സ്കീമുകൾ. അതിൽ ഈ പറഞ്ഞ രണ്ട് പ്രോജക്റ്റുകളും പെടും കേന്ദ്ര സ്കീമുകളാണ്, ആ പൈസകൾ. മൂന്നാമത്തത് ഫ്ലെക്സി ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫ്ലെക്സി ഫണ്ട്. അതും ഈ പറയുന്ന നമ്മുടെ റീബിൽഡ് കേരള ബാസ്ക്കറ്റിലാണ് കേരള ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഫ്ലഡ് സെസ്, നമ്മുടെ വെള്ളപ്പൊക്ക സെസ്, പിരിച്ചെടുക്കുന്ന സെസ്, അതും ഈ റീബിൽഡ് കേരളയുടെ ബാസ്ക്കറ്റിലോട്ട് പോകും. പിന്നെ മസാല ബോണ്ട്, നമ്മുടെ എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് മസാല കാര്യങ്ങളെത്തി കൂടുതൽ ഇഷ്ടമായത് മസാല ബോണ്ട് ഉണ്ട്. ആ മസാല ബോണ്ടും പോകുന്നത് ഈ റീബിൽഡ് കേരള ഫണ്ടിലോട്ടാണ്. ഇനി ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മന്ത്രിമാരും അവരും ഒക്കെ കടന്ന് വിളിക്കുമ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം പിരിച്ചു കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കയറ്റ് വരുന്നത്, പണക്കാരന്മാർ കൊടുക്കുന്ന പൈസ, ശമ്പളം, പാവപ്പെട്ടവൻ വാങ്ങിക്കുന്ന ശമ്പളം കട്ട് ചെയ്തുണ്ടാക്കുന്ന പണം, ഇതെല്ലാം പോകുന്നത് ഈ പറയുന്ന സാധനത്തിലോട്ടാണ്, ഈ റീബിൽഡ് കേരള എന്നുള്ള ബാസ്ക്കറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ നബാർഡ്, ഹഡ്കോ ഒക്കെ കൊടുക്കുന്ന ലോണുകളെല്ലാം ഇതിലോട്ടാണ് വകയിരിക്കുന്നത്. ഇത്രയും ഫണ്ടുകളാണ് ഈ കേരള, നമ്മുടെ ഈ റീബിൽഡ് കേരള എന്ന് പറഞ്ഞ ഫണ്ട് ഇതിനകത്ത് ചെലവാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട, കേന്ദ്രത്തിന്റെ എല്ലാ ഫണ്ടും ഈ റീബിൽഡ് കേരള ബാസ്ക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇവർ ചെലവാക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ പേര് ഒരിടത്തും വരത്തില്ല. ഈ രണ്ട് പദ്ധതിയും ഞാൻ പറഞ്ഞു 100% കേന്ദ്രം ഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ്. 100% കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രൂപ പോലും ഓൺ ഫണ്ട് ചെയ്തെടുക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതും ഒരു കേന്ദ്ര പദ്ധതിയെ അടിച്ചു മാറ്റി കേരളത്തിന്റെ പേര് കൊടുത്ത് കൊട്ടിക്കൊഴിച്ച് കേരളമാണ് ലോകത്തിൽ ആദ്യമായി നടത്തുന്നത് എന്നുള്ളൊരു ധാരണ വരുത്തി അതിനെ പല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്ത് അവതരിപ്പിച്ചൊരു പദ്ധതിയാണ്. ഇനി ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം, നമ്മുടെ കെ രാജൻ മന്ത്രി ഉണ്ടല്ലോ, റവന്യൂ മന്ത്രി, നമ്മുടെ ശിവൻകുട്ടി PM-ശ്രീ പദ്ധതിയിൽ നിന്നും പൈസ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറെ ചോദ്യമൊക്കെ ചോദിച്ചു. എന്തിന് പൈസ എടുക്കണം, കേന്ദ്രത്തിന്റെ അല്ലേ, PM-ന്റെ പേരിലെ പിടിച്ചു വായിക്കുന്ന എന്തിന്, അങ്ങനെയൊന്നും വായിക്കരുത്, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കൂടെ നോക്കാം, നാണക്കേടല്ലേ നരേന്ദ്രമോദി പൈസ തന്നാൽ. ഇത് നരേന്ദ്രമോദിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ല, ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടുകളാണ്, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. ഇതിൽ കെ രാജനാണല്ലോ റവന്യൂ മിനിസ്റ്റർ, ഇത്രയും നാളായി ഈ ഭൂമി പദ്ധതി, എന്റെ ഭൂമി പദ്ധതിക്ക് എന്റെ പൊന്നു രാജൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ കേന്ദ്ര ഫണ്ടുകൾ അങ്ങ് ദൂരെ കളയുന്നു. അതോ എത്ര വാങ്ങിച്ചിട്ടുണ്ട്, ഓൺ ഫണ്ട് എത്ര ചെലവായി, കേന്ദ്രത്തിന്റെ ഫണ്ട് എത്ര ഉണ്ടായിരുന്നു, എത്ര ഓൺ ഫണ്ട് ചെലവായി എന്നുള്ള വ്യക്തമായ കണക്ക് കെ രാജൻ വെളിപ്പെടുത്തുമോ കേരള സമൂഹത്തിന്? കെ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് ആണത്വമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ, ഈ പറയുന്ന ഭൂമി, എന്റെ ഭൂമി പദ്ധതി, എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ പദ്ധതി, ഈ പദ്ധതിക്കകത്ത് എത്രയാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന് അലോക്കേറ്റ് ചെയ്ത പൈസയെന്നും എത്രയാണ് കേന്ദ്രത്തിന്റെ കൈപ്പറ്റിയെന്നും ഇല്ലെങ്കിൽ വെളിയിലുള്ള ഏതെങ്കിലും ഏജൻസികളുടെ നിന്നാണ് കൈപ്പറ്റിയതെന്നും ഉള്ളത് പിരിച്ച കണക്ക് വ്യക്തമാക്കാൻ കെ രാജന് ധൈര്യമുണ്ടോ? എന്നിട്ട് PM-ശ്രീയെ കുറ്റം പറഞ്ഞ് CPM-ഉം CPI-യും തമ്മിലുള്ള അടി തുടർന്നോട്ടെ, ഇതൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇനി കേരളം നമുക്ക് തന്ന ധാരണ, ഈ പറഞ്ഞ നാഷണൽ ഭൂമി കോൺക്ലേവിനെ കുറിച്ച് നമുക്ക് തരുന്ന കേരളമാണ് ഇവിടെ ഇത് ചെയ്യുന്നത്, ഇന്ത്യക്കകത്ത് ആർക്കും അറിഞ്ഞുപോലും കൂടെ കേരളം ആദ്യമായിട്ട് ചെയ്യുന്നു, പിണറായിയുടെ ബുദ്ധിയിൽ നിന്നുള്ള പതിയ കാര്യം. ഇപ്പോ ഒരു നേട്ടങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ നവംബർ 1-ാം തീയതി ഇത് ഒരു എന്താ പറയുന്നത്, രണ്ടാം ഭൂപരിഷ്കരണം രാജാവായിട്ട് മാറാൻ പോവുകയാണ് പിണറായി, ഈ ഒരൊറ്റ കാര്യം കൊണ്ട്. അപ്പോ അതേക്കുറിച്ച് ഞാൻ പറയാം. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് എന്ന് പറഞ്ഞ NCAER അവരുടെ 2021 ലാൻഡ് റെക്കോർഡ് ആൻഡ് സർവീസ് ഇൻഡെക്സ് പ്രകാരം, ഞാൻ ഒന്നുകൂടെ പറയാം, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് അവരുടെ 2001 ലാൻഡ് റെക്കോർഡ് സർവീസ് ഇൻഡെക്സ് പ്രകാരം ആദ്യത്തെ 5 റാങ്കുകൾ ഈ പദ്ധതികൾ വ്യക്തമായി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പദ്ധതി, ഡിജിറ്റലൈസേഷൻ പദ്ധതി വളരെ വ്യക്തമായി നടപ്പിലാക്കിയ 5 സംസ്ഥാനങ്ങളുടെ, ആദ്യത്തെ 5 സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതുള്ള മധ്യപ്രദേശാണ്, രണ്ടാമത്തെ വെസ്റ്റ് ബംഗാളാണ്, മൂന്നാമത്തെ ഒഡീഷയാണ്, നാലാമത്തെ മഹാരാഷ്ട്രയാണ്, അഞ്ചാമത്തെ തമിഴ്നാടാണ്. ഈ 5 സംസ്ഥാനങ്ങൾ വ്യക്തമായും ഈ പദ്ധതി വളരെ വിജയിപ്പിച്ച രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ 16 സംസ്ഥാനങ്ങളുടെ വേറൊരു ലിസ്റ്റും കൂടെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 16 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളമുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങി ഏകദേശം 50% വരെ കഴിയാറായി എന്ന് റിപ്പോർട്ട് അതത് സംസ്ഥാനങ്ങൾ കൊടുത്ത സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ്. 16 സംസ്ഥാനങ്ങൾ അവരും ഈ പറയുന്ന പ്രോജക്റ്റുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ 5 പേരുകളിൽ കേരളം ഇല്ല.
അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് കേരളമാണെന്ന് പറയരുത്. അപ്പോ ഇനി വരുന്നത് ഈ 5 സംസ്ഥാനങ്ങൾക്ക് താഴെയുള്ള 16 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളത്തിന്റെ പേരുണ്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ. അപ്പോ ഈ പൈസ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയോ ഇല്ലയോ എന്ന് രാജ്യം സമ്മതിക്കണം, ഇല്ലെങ്കിൽ പിണറായി സമ്മതിക്കണം. രണ്ടാമത്, ഈ പറയുന്ന എല്ലാ പദ്ധതികളും ഏകദേശം 99% 10-12 സംസ്ഥാനങ്ങൾ നടപ്പിലായി കഴിഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ 5 സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ ബാക്കിയുള്ള 10 സംസ്ഥാനങ്ങൾ 99% നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇനി കേരളത്തിന്റെ സ്ഥിതി, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ, അതിന് വേറെ തെളിവുകളൊന്നുമില്ല. പറയാൻ പറ്റിയത്, ഒരു വില്ലേജിൽ പോലും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും എല്ലായിടത്തും കൂടെ നടത്തുകയാണ്, വളരെ തീവ്രമായി നടത്തുകയാണെങ്കിൽ 1 വർഷം സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് ലാപ്സ് ആവും. അതുകൊണ്ട് ഓടി നടന്ന് നടത്തുകയാണ് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതിന് ഉദ്യോഗസ്ഥരെല്ലാം ഉദ്യോഗസ്ഥരെ യൂസ് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ കോൺട്രാക്ട് സ്റ്റാഫ്, പുറത്തുനിന്ന് കോൺട്രാക്ട് എടുത്ത സ്റ്റാഫുകളെയും കോൺട്രാക്ട് എടുത്ത ഏജൻസികളെയും കൂടെയാണ് ഈ ഒരു സംരംഭം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിച്ച് കൂട്ടടിക്കും, എന്തോ ചെയ്യും, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും. അവർക്ക് കണക്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ കണക്കില്ല എന്ന് പറയുമ്പോൾ അടുത്ത ഫണ്ട് വരത്തില്ല, ലാപ്സ് ആവും. അതെല്ലാം പോട്ടെ, ഈ വാങ്ങിച്ച് തിന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തമാണ്, സ്വന്തമായിട്ട് ചെയ്തതാണ് എന്നൊന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് ഒരു ഉളുപ്പ് ഉണ്ടാവണം. വല്ലവന്റെയും ഗർഭത്തിന് ഉത്തരവാദിത്തം പറഞ്ഞിട്ട് നടക്കരുതേ പിണറായി സർക്കാരെ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല നമസ്കാരം. ജയ് ഹിന്ദ്.